ഹലോ ഗൈസ്, 5th വീഡിയോ. ഇന്നുള്ളത് മാമലക്കണ്ടത്താണ്. ആക്ച്വലി ഈ സ്ഥലം ഞങ്ങൾ എവിടെയെങ്കിലും പോവാന്ന് ഓർത്തിട്ട് നേരെ ഇങ്ങോട്ട് കയറിയതാണ്. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി പെട്ടെന്നൊരു പ്ലാൻ എടുത്തു, എവിടെയെങ്കിലുമൊക്കെ പോവാം എന്നുള്ള തീരുമാനത്തിൽ വന്നു. അങ്ങനെ അവസാനം കറങ്ങി തിരിഞ്ഞ് നേരെ മാമലക്കണ്ടത്തോട്ട് വിട്ടു. ഇപ്പോൾ ഇവിടെ എത്തി. മഴയൊന്നുമില്ല കേട്ടോ, നല്ല രസമുള്ളൊരു ക്ലൈമറ്റും ഒരു മനുഷ്യനില്ല, കാലിയാണ്. നിങ്ങൾക്കൊക്കെ വരാൻ പറ്റിയാൽ ഇപ്പം ഇങ്ങോട്ട് പോരെ. ഒറ്റ മനുഷ്യനുമില്ല, കാലി അടിച്ചെടുക്കുക. ഇപ്പോൾ അതാ ഒരു വലിയ മലയുടെ സൈഡിൽ കൂടെ വെറുതെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ എന്ത് പീസ്ഫുള്ളാ, ഒരു മനുഷ്യനുമില്ല. ആനയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. വേറൊരു ശല്യമില്ല ഇവിടെ. സമാധാനമായിട്ട് നാട്ടിൽ നിന്നൊക്കെ മാറി നിന്നു പെട്ടെന്ന് പോയി വരാൻ പറ്റിയ ഒരു സ്ഥലം. സി എൻ്റെ കൂടെ രണ്ടുപേരും കൂടി ഉണ്ട്. വേറെ പോയി അവരുണ്ട്, വേറെ അടുത്തുകൂടി ഉണ്ട്. പെട്ടെന്ന് പോകുന്നതായത് കൊണ്ടിട്ട് അങ്ങനെ വലിയ ഫണ്ടും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തീരുമാനിച്ചു, നേരെ ചാടി ഇറങ്ങി. അതിന് അവസാനം ഞങ്ങൾ മാമലക്കണ്ടത്തെത്തി. അയ്യോ നോക്ക്, നല്ല ഭംഗിയുണ്ട് ഇവിടെ. അത്യാവശ്യം ചെറിയ തണുപ്പും, ഭയങ്കര വലിയ തണുപ്പൊന്നും പറയാനില്ല, വളരെ ചെറിയ തണുപ്പുള്ളൂ. ഞാൻ വെറുതെ റെയിൻകോട്ടും ജാക്കറ്റും എല്ലാം എടുത്തിട്ട് വന്നു. പക്ഷേ ഒരു കാര്യമില്ല, ചുമ്മാ വന്നാൽ മതിയായിരുന്നു. അവിടെ നിന്ന് കാണുമ്പോൾ ഇത് ഭയങ്കര കുത്തനെയാണെന്നൊക്കെയാണ് തോന്നിയത്. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലെവലേ കാണിച്ചു തരാം. ഇതാണ് കൃത്യം ലെവൽ വരുന്നത്. നിങ്ങളുടെ ഫോൺ ഇത്രയും ചരിച്ചു പിടിക്കണം, അതേപോലത്തെ ഒരു സ്ഥലമാണ്. അത് നോക്ക്, നിൽക്കുന്ന സ്ഥലം നോക്ക്, ഇത്രയുണ്ട്. ഇനിയും കയറി പോവാം. എനിക്ക് തോന്നുന്നു ഇതിലെ തന്നെ മുകളിലോട്ട് പോകാനുള്ള വകുപ്പുണ്ട്. പക്ഷെ പോണില്ല, നേരില്ല എന്നല്ല, അത്രയും ദൂരമൊക്കെ കയറി കഴിഞ്ഞാൽ ഇടങ്ങേറാവും വെറുതെ നിന്നെ. ഇവിടെ കുറച്ച് കിളികളും കോടയും മഞ്ഞും പിന്നെ ഞാനും. അങ്ങ് ദൂരെ ചെറിയൊരു വാട്ടർഫാൾ പോലെ രണ്ടെണ്ണമൊക്കെ ഉണ്ട്. ഒന്നതാ ഇവിടെയും ഒന്നതാ ഇപ്പുറത്തും. ഈ സാധനം കയറിയപ്പോൾ നല്ല രസമായിരുന്നു. പക്ഷെ ഇറങ്ങുമ്പോൾ പേടിയാവണ്. താഴോട്ട് പോയി നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, ബട്ട് എനിക്കെന്തോ പോലെ. അയ്യോ, ക്രോക്സാണ്. അതാണെങ്കിൽ തേഞ്ഞ് തീർന്നു. ഇനിയൊന്നുമില്ല ബാക്കി. വീണ ഒറ്റടിക്കാൻ താഴെത്തും. എതിരെ കയറി വന്നേരം മറന്നുപോയി. കുറച്ച് സമയം കൊണ്ട് തന്നെ ഇവിടെ കോടയൊക്കെ വന്നു. ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെ ഒന്നും ഇത്ര നേരം ഒന്നും ഉണ്ടായിരുന്നില്ല, കോടയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിന്ന നേരത്ത് തന്നെ ഞാൻ മുകളിലേക്ക് കയറുമ്പോൾ ഉണ്ടായിരുന്നില്ല. തിരിച്ചിറങ്ങുമ്പോൾ ഇവിടെയൊക്കെ സെറ്റപ്പായി. തണുപ്പൊന്നുമില്ല, എന്നാൽ അങ്ങനെ വെയിലും കാര്യങ്ങളൊന്നുമില്ല. നല്ല കിടിലില്ല, നോക്ക്, നല്ല അടിപൊളിയായിട്ടിരിക്കണം ഇവിടെയൊക്കെ. ഇവിടെ പാമ്പിൻ്റെ പടം കിടക്കണം, നോക്കൂ, കണ്ട പാമ്പ് നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ ഇട്ടിട്ട് പോയേക്കുക. സാധനം ഇങ്ങനെ കാണുന്ന ആദ്യമായിട്ടാണ്. ഇവിടെ നിന്ന് നേരെ ഇനി ബാക്കി സ്കൂളും അവിടെ ചെറിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ കണ്ട് അതൊക്കെ വീട്ടിൽ പോകണം. കറക്റ്റ് അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവിടെ കോട വന്നു. ഞാനവിടെ നിൽക്കുമ്പോൾ ഒരു കൂട പോലും ഉണ്ടായില്ല. കഷ്ടം നോക്ക്. ഒരു പെണ്ണ് മറ്റേ എനിക്ക് നല്ല രസമുണ്ട് എന്തെങ്കിലും കാണാൻ. ഇവിടെ വന്ന എന്താ കാണാനുള്ളത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണിതാ ഇതൊക്കെ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇവിടെ, വെള്ളച്ചാട്ടമായിട്ടും അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ അരുവികളും ഈ മലകളും അതും ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ചവിട്ടണം. അതല്ലാതെ എന്തോ വലിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ഭയങ്കര വലിയ സംഭവമാണ്. മാമലക്കണ്ടത്ത് ആദ്യമായിട്ട് വരുന്നവരെ പറ്റിയുണ്ടെങ്കിൽ പറയണേ. നേരത്തെ വന്നിട്ടുള്ളവർക്ക് ഇതിനെപ്പറ്റി എല്ലാം അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണിത്. ഇങ്ങനെ വലിയ സംഭവങ്ങൾ എന്തൊക്കെയോ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ നമ്മളെല്ലാം മിസ് ചെയ്യും.
ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് ആക്ച്വലി. ഇവിടെ ഫുൾ അട്ട ഉണ്ടാവും കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇവിടെ നിറച്ചട്ട ഉണ്ടാവും. കാരണം ഇവിടെ ഞങ്ങൾ കുറച്ച് നാൾ മുൻപ് ഇവിടെ വന്നിരുന്നു. ഈ സ്ഥലം ആക്ച്വലി ഒരുപാട് ഓർമ്മയുള്ള സ്ഥലം. ഞങ്ങൾക്ക് ഒരു 3 ദിവസത്തോളം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു ക്യാമ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. അന്ന് ഇവിടെ ഞങ്ങൾക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫുൾ അട്ടയായിരുന്നു. അന്ന് നല്ല മഴയും കൂടെ ഉണ്ടായിരുന്നു. ഈ വഴിയിൽ കംപ്ലീറ്റ് നിൽക്കാൻ പറ്റില്ല നമുക്ക്. ഒന്നല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഉപ്പുകാരി പൊത്തണം. അതായിരുന്നു അവസ്ഥ. അതിന് വേണ്ട അട്ടയാണ് അവിടെ നിറച്ചുണ്ട്. ഇവിടെയൊക്കെ ഇറങ്ങുന്നവരൊക്കെ വെള്ളത്തിലിറങ്ങിയ കുഴപ്പമില്ല, ഈ വഴി കൂടെ നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. ഒരു ലോഡ് അട്ട ഉണ്ടാവും. ഇതാണ് ശരിക്കുള്ള റൂട്ട്. ഞങ്ങളിപ്പോൾ നൈസായിട്ട് ഇതിലൊന്ന് തിരിച്ചു. ഇത് എവിടെയൊക്കെ ചെന്ന് എത്തണമെന്ന് അറിയാൻ പാടില്ല. വെറുതെ ഒന്ന് പോയി നോക്കാം ഓർത്ത്. ആയിവാ കയറുമ്പോൾ തന്നെ നല്ല കിടിലം വഴിയാണ്, വൃത്തിയുള്ള വഴി. വെളിയിലേക്ക് ഇറക്കല കേട്ടോ. ഇവിടെ ലോക്കായി പോയി. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ എന്തോ ഉള്ളത് നോട്ടെ. കാരണം ഒരുപാട് നാളായി ഇവിടെ വരുന്നത്, ഈ വഴി ഒരുപാട് നാളായി കാണുന്നത്. പക്ഷേ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ഒന്ന് കയറി നോക്കാമെന്ന് ഓർത്തു. ഇവിടെ കൊണ്ട് വഴി തീരുക. ആ ഇല്ലാട്ടോ, ഇങ്ങടേക്ക് ഉണ്ട്. ഇതിൽ ഓഫ് റോഡാ. ഇത് കിടിലനാട്ടോ. ഒരു എക്സ്പ്രസ്സൊക്കെ ആയിട്ട് വരാമായിരുന്നു, കൂട്ടുകാരൻ്റെ ഉണ്ട്. അതും കൊണ്ട് വരാം അടുത്ത ദിവസം. അപ്പം അടിപൊളിയായിരിക്കും. വഴി ഇങ്ങടെ ഉള്ളേ, ഇങ്ങടെയൊക്കെ വഴിയുള്ളേ. ഇവിടെ കുളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ ആന വരും ചിലപ്പോൾ. കാരണം വരുന്ന വഴിയിൽ ആനക്കൊണ്ടൊക്കെ കിടക്കണ്ടായിരുന്നു. പിന്നെ ഇനി അടുത്ത പ്രാവശ്യം വരാം. കൂട്ടുകാരനെയും കൂട്ടി വന്നിട്ട് നല്ല എക്സ്പൾസൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് പൊളിക്കാം. അതിൻ്റെ വീഡിയോ ഉടനെ ചെയ്യുന്ന വരും. പക്ഷേ ഈ സൈഡിലൊക്കെ നിറച്ച ആനയുണ്ട്. നിറച്ചൊന്നുമില്ല, ആനയുണ്ടാവും. ഒരു ആനക്കൊണ്ടൊക്കെ കിടക്കണ്ടായിരുന്നു വഴിയിൽ. ഫ്രഷ് സാധനം മഴ കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്നിനും ഇരിക്കും കേട്ടോ. പക്ഷേ ആനപ്പിണ്ടൊക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് വരുന്നത് റിസ്ക്കാണ്. സ്കൂൾ എല്ലാവരും തന്നെയല്ലേ, നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകാം. മാമലക്കൻ്റെ സ്കൂളിൽ വരുന്നവർ ഇവിടെ ഭയങ്കര ക്രൗഡായിരിക്കും. അപ്പം അതൊക്കെ വിട്ടിട്ട് സമാധാനമായിട്ട് കുറച്ച് പേര് മാത്രമായിട്ട് ഇരിക്കാൻ പറ്റുന്ന കിടിലൻ സ്ഥലമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതിൽ നമ്മുടെ ആ സ്കൂളിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് ലെഫ്റ്റിലോട്ട് ഒരു പോക്കറ്റ് റോഡ് ഉണ്ടാവും. ആ റോഡ് കയറിയാൽ നേരെ ഇതേപോലത്തെ ഒരു മണ്ണിട്ട വഴിയിലോട്ട് ചെല്ലും. ഈ വഴി അങ്ങോട്ട് പോകണം. നമ്മൾ എത്തുന്നത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും. ഇവിടെ ആണെങ്കിൽ ഒരു മനുഷ്യനുണ്ടാവില്ല. ഇവിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട് ഇവിടെ. ഇതല്ലാതെ മറ്റാരും തന്നെ ഈ പരിസരത്ത് ഉണ്ടാവില്ല. ഭയങ്കര രസമാണ് അവിടെ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അവരിട്ടൊരു വാട്ടർഫാൾ ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഇവിടെ വരുന്നവരാരും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമുണ്ടോ ഞാനീ പറയണത്. കാര്യം എല്ലാവരും സ്കൂളിലും പോയി ആ വരുന്നിടത്ത് വെള്ളത്തിലും അവരോടൊക്കെ പോയി വരും. അല്ലാതെ കുറച്ച് ഫണ്ട് ഇറക്കാനുള്ള പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ട്രക്കിങ്ങിനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ജീപ്പ് സഫാരീസ് ഉണ്ട്. അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് പ്രൈവറ്റായിട്ട് വന്നിരിക്കാനായിട്ട് ഒരു സ്ഥലം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ്. അത് നമുക്ക് എന്താ ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്. ആ വാട്ടർഫാളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് വഴി കറക്റ്റൊന്നുമില്ല, പക്ഷേ ഇതിലെ നടന്ന് നീങ്ങി കഴിഞ്ഞാൽ നമുക്കവിടെ എത്താൻ പറ്റും. നമ്മളതിൻ്റെ സൈഡിൽ കൂടെ ഇതേപോലെ കുറച്ച് മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ നേരെ നടന്നു പോയാൽ നമുക്ക് ആ വാട്ടർഫാളിൻ്റെ അടിയിലോട്ട് എല്ലാം പറ്റും. ഈ സ്ഥലം ആരും മിസ് ചെയ്യരുത് കേട്ടോ. ഇവിടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വരേണ്ട ഒരു സ്ഥലമാണത്. ബിക്കോസ് മോസ്റ്റ്ലി ഒരുപാട് പേർക്ക് അറിയാൻ പാടില്ല. ഇവിടുത്തെ ലോക്കൽസിന് അറിയാം, പിന്നെ ഇവിടെ വന്ന് നിന്നേക്കുന്ന കുറച്ച് പേർക്ക്, നേരത്തെ വന്നിരിക്കുന്ന കുറച്ച് പേർക്കൊക്കെ അറിയാമെന്നല്ലാണ്ട് ബാക്കി ആർക്കും ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉള്ളതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല.
ഇതിലേ പോകുന്നതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ നമ്മൾ താഴെ വീഴും. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കയറി വന്നത് എനിക്ക് കിട്ടുന്ന സ്ഥലമാണ്. വേണം ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർഫാൾ, ആ വാട്ടർഫാളിൻ്റെ താഴോട്ട് നമുക്ക് നടന്ന് ഇതേപോലെ പോവാം. ഇത് വെറുതെ കിടിലം പറഞ്ഞാൽ എല്ലാവരും മിസ് ചെയ്യുന്നതും എന്നാൽ മാമലക്കണ്ടത്തുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറയാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തായാലും ഇത് വിസിറ്റ് ചെയ്തിട്ടേ ഇവിടെ വരുമ്പോൾ പോകാൻ പാടുള്ളൂ. അവിടേക്ക് കയറാൻ ബുദ്ധിമുട്ടാണ്. ഇതാ വ്യൂ ഒക്കെ നോക്ക്. ഇവിടെ ഇതാ നേരെ മുകളിൽ നിന്ന് ആ നേരത്തെ കണ്ട വാട്ടർഫാൾ ഈ മരത്തിൻ്റെ ബാക്കിലാണ്. അവിടെ നേരെ ഇതാ വെള്ളം ഇങ്ങനെ നോക്കി ഇവിടെ കുറച്ച് നേരം കിടക്കാം. അയ്യോ ഇവിടെ കിടക്കാം. പിന്നെ അവിടെ താഴോട്ട് പോകാം. നല്ല കിടക്കാൻ സ്ഥലമാണ്. ഒരു സൈഡിൽ വെയിലാവുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഫുള്ള് കോട, ആ മലയൊക്കെ മൂടി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്നുമല്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ. നമുക്ക് കണ്ണിൽ പെടാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അത് മിക്കവർക്കും അറിയാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. കാരണം ഇവിടെ ഇതുവരെ ടൂറിസ്റ്റുകളാരും എത്തിപ്പെടാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഈ നാട്ടുകാർ ലൈക്ക് ടൂറിസ്റ്റ് സ്പോട്ടാക്കി വെച്ചേക്കുന്നിടത്തും പലരും എത്തിപ്പെടാതെ പോയിട്ടുണ്ട്. എല്ലാവരും വരുന്നത് നേരെ സ്കൂൾ കാണാനാണ്. സ്കൂളിനകത്ത് ഒന്നുമില്ല, വെറുതെ ആ ഒരു സ്കൂൾ കാണാം, അത്രേ ഉള്ളൂ. എറണാകുളം ജില്ലയിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്കൂൾ, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ മാമലക്കണ്ടത്ത് ഒത്തിരി ഉണ്ട് കാണാൻ. പക്ഷെ അതാരും എക്സ്പ്ലോർ ചെയ്യാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായ കാര്യം. നമ്മൾ കുറച്ച് പൈസയൊക്കെ ഇട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജീപ്പ് സഫാരിയും കാര്യങ്ങളുണ്ട്. ഈ ജീപ്പ് പോകുന്ന എല്ലാ വഴിയും നമുക്ക് സ്വന്തമായിട്ട് ട്രക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നടന്ന് കയറാൻ പറ്റും. നടന്ന് കയറാൻ അത്യാവശ്യം ദൂരമുണ്ട്. ഒരു 2-3 കിലോമീറ്ററിന് മുകളിലോട്ടുണ്ടാവും ട്രക്കിങ്. പക്ഷേ ഒരു 2-3 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹെവി ടെറൈനൊന്നുമല്ല, ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അത് ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇവിടെ. അങ്ങനെ 3-4 സ്പോട്ടുകളുണ്ട്. അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് കയറി ഇറങ്ങി വരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ, മാമലക്കണ്ടത്ത് വരുന്നുണ്ടെങ്കിൽ വെറുതെ സ്കൂൾ കണ്ട് വീട്ടിൽ പോകാതെ ഇതുപോലുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾ കണ്ട് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം മാത്രം വീട്ടിൽ പോകാം. ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് ഇവിടെ ചിലവഴിക്കാനുള്ളതുണ്ട്. പക്ഷെ എല്ലാവർക്കും സ്കൂളിനെ പറ്റിയും വരുന്ന വഴിയിലുള്ള ചെറിയ അരുവികളെ പറ്റി മാത്രമേ അറിയത്തുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങി. അയ്യോ, അവിടെ പ്രോപ്പർട്ടിയിലെ ആൾക്കാരുണ്ട്, ഒരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല രസം കേൾക്കാൻ. ഇപ്പോഴാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഫുൾ ഓക്കെ ആയത്. അത്യാവശ്യം ചുറ്റിനും കോടയൊക്കെ വന്നു തുടങ്ങി. അവിടെയും ഇവിടെയൊക്കെ വന്നു തുടങ്ങി. ചെറുതായിട്ട് മഴയും പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ മഴയും കൂടി ആകുമ്പോൾ മാമലക്കണ്ടം ട്രിപ്പ് വെറുതെ കിടലനായിരിക്കും. കാരണം ഈ റോഡിൽ മഴയത്ത് വണ്ടി ഓടിക്കാൻ വെറുതെ അടിപൊളിയാണ്, നല്ല രസമാണ്. പക്ഷേ മിക്കപ്പോഴും ഞാൻ അവിടെ വരുമ്പോൾ മഴ കിട്ടിയിട്ടില്ല, വേറെ കാര്യം. ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, വെറുതെ കിടലനാണ്. ഇതാണ് മാമലം കണ്ടം സ്കൂൾ. ആർക്കും അറിയാൻ പാടില്ലാത്ത എന്നാൽ മറ്റേതുപോലെ തന്നെ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൂളാണിത്. ഈ സ്കൂളിനെ പറ്റി പറയാൻ ഞങ്ങൾക്കൊരു കഥയുണ്ട്. NSSലുള്ളവർക്ക് അറിയാൻ പറ്റും. ഈ സ്കൂളെന്ന് പറയുന്നത് ഞങ്ങളുടെ NSS ക്യാമ്പായിരുന്നു. മാമലക്കണ്ടത്ത് 3 ഡേ ക്യാമ്പ് ഇവിടെ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഇതില്ലേ, ഈ ഒരു ബിൽഡിങ്ങും ഈ ബിൽഡിങ്ങിൻ്റെ വരാന്തയും, ഞാനൊക്കെ കിടന്നുറങ്ങിയത് അവിടെയായിരുന്നു. ഈ വരാന്തയിൽ തണുപ്പത്ത് പുതച്ചു മൂടി കിടന്നുറങ്ങി. ഇവിടെ 2 കാറിട്ടിട്ട് കാറിനകത്ത് കുറച്ച് പേര് കിടന്നുറങ്ങി. കുറച്ച് പിള്ളേർ ഇതിൻ്റെ അകത്ത് കിടന്നുറങ്ങി. ഗേൾസ് ഫുൾ ഇതിൻ്റെ ഉള്ളിലായിരുന്നു. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് ഞങ്ങളൊരു 3 ദിവസം ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര എക്സ്പീരിയൻസാണ്. ഇവിടെ വന്നിട്ട് ഈ ഒരു സ്ഥലം കാണിക്കാതെ പോകാൻ എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇതങ്ങനെ എൻട്രി പെർമിറ്റ് ഉള്ളൊരു സ്ഥലമൊന്നുമല്ല. ഇത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. ഇത് LP സ്കൂളാണ്. മാമലക്കണ്ടം LP സ്കൂളാണ്. മറ്റേത് ഹൈസ്കൂളും, ഇത് LP സ്കൂളാണ്. ഈ സ്കൂൾ എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാൻ കരുതി. അതിന്റെ ഫ്രണ്ടിൽ ഒരു സാധനം പറക്കണ വരുന്നല്ലേ, നല്ല കിടിലിനൊരു വ്യൂ കിട്ടിയിട്ടുണ്ട്. വണ്ടി എടുക്ക് പോവാം. ഫുള്ള് കോട കയറിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ഇവിടെ ഫുള്ള് കോടമഞ്ഞൊക്കെ നിറഞ്ഞു.
നല്ല രസമുണ്ടായിരുന്നു. നേരത്തെ വരുമ്പോൾ ഈ മലയൊക്കെ കാണാമായിരുന്നു, ഒന്നും കാണാൻ പറ്റില്ല. ഇടയില്ല. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ കൂടെയൊക്കെ വരുന്നുണ്ട്. ക്യാമറ കിട്ടാൻ വഴിയില്ല. നല്ല രസമുണ്ട്. ഞങ്ങൾ നിൽക്കുന്നിടത്തും കിട്ടുന്നുണ്ട്. ഇപ്പോൾ കിട്ടുവാടാ, കാറ്റടിക്കുന്നുണ്ട്. നല്ല രസമല്ലേ കണ്ടിട്ടിരിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഇവിടം വരെ വന്നു. ഇവിടെ കണ്ട കാഴ്ചകളെല്ലാം എന്താ ക്യാമറയിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കറിയാം ഈ വ്ളോഗ് അത്ര രസം ഉണ്ടാകാൻ വഴിയില്ല, കാര്യം പ്രോപ്പറായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എൻ്റെ കണ്ണിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. സോ മാക്സിമം ശ്രമിക്കാം ഇനിയും നല്ല വീഡിയോസ് കൊണ്ടുവരാനായിട്ട്. ഇനി അടുത്ത വീഡിയോസ് ഇതിലും ബെറ്ററായിട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.